മുസ്ലിങ്ങളല്ലാത്ത സഹോദരന്മാർ അമുസ്ലിം സഹോദരന്മാരുമായി വർഗീയത ഉണ്ടാകണം എന്നല്ലല്ലോ ചിന്തിക്കേണ്ടത്, സൗഹാർദ്ദമുണ്ടാകണം എന്നല്ലേ ചിന്തിക്കേണ്ടത്. അതല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയം. ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങളോടുകൂടെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാർ അവരതാ വർഗീയത കാണിക്കാത്തവരാണ്. അങ്ങനെയുള്ള അമുസ്ലിം സഹോദരന്മാർ അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുക്കുക, അവരോടും നിങ്ങൾ നീതി പുലർത്തുക, അവരുടെ അവകാശം വകവെച്ചു കൊടുക്കുക. അത് പടച്ചവൻ നിങ്ങൾക്ക് വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, അല്ലാഹു തആല അത്തരം നല്ല കാര്യം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചില്ലേ. ഒരിക്കലും വർഗീയത ഉണ്ടാക്കുന്നതിനെ, അതേ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിനെ, അതേ മുസ്ലിം അമുസ്ലിം സംഘടനം ഉണ്ടാക്കുന്നതിനെ ഖുർആൻ അംഗീകരിക്കുന്നില്ലല്ലോ. അതുപോലെ ഇസ്ലാം അംഗീകരിക്കുന്നില്ലല്ലോ. ഇസ്ലാമിൻ്റെ ആശയമെന്ന് പറയുന്നത് തന്നെ അൽ മുസ്ലിമു, ഒരു ശരിയായ മുസ്ലിം, മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി, അവൻ്റെ നാവ് കൊണ്ടോ കൈകൊണ്ടോ വേറെ ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്തവനാണ്, പ്രശ്നമുണ്ടാക്കാത്തവനാണ്. വേറെ ആരെയും ശല്യം ചെയ്യരുത്. അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ഒരു മനുഷ്യനെയും ശല്യം ചെയ്യരുത് എന്നല്ല, ഒരു മൃഗത്തെ പോലും ശല്യം ചെയ്യരുത്. അതല്ലേ പരിശുദ്ധ ഇസ്ലാം. നടന്നിങ്ങനെ പോകുമ്പോൾ ദാഹിക്കുന്നു, വെള്ളം കുടിക്കാൻ ഒരു കിണർ കാണുന്നു. ആ കിണറ്റിൽ വെള്ളമുണ്ട്, പക്ഷേ ബക്കറ്റില്ല, കയറില്ല. അതിനാൽ ആ കിണറ്റിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ചു ഒരാൾ. അവിടെ നിന്ന് കയറി മേൽപോട്ട് വന്നു. മേലെ വന്ന് നോക്കുമ്പോൾ കിണറ്റിൻ്റെ സമീപത്ത് നനവുള്ള സ്ഥലമുണ്ട്. ആ നനവുള്ള മണ്ണ് ഒരു നായ നക്കുന്നുണ്ട്. ആ നായ നനവുള്ള മണ്ണ് നക്കുന്നത് കണ്ടപ്പോൾ ഇതിന് ദാഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ നായക്ക് വെള്ളം കൊടുക്കാൻ എന്താണ് വഴി? അദ്ദേഹം ഉടനെ അദ്ദേഹത്തിൻ്റെ ഷൂ അഴിച്ചെടുത്തു. ആ ഷൂ ഒരു അദ്ദേഹത്തിൻ്റെ തട്ടവും അഴിച്ചെടുത്തു. ആ തട്ടത്തിൽ അല്ലെങ്കിൽ തലയെ കെട്ടഴിച്ചു. എന്നിട്ട് ആ തട്ടത്തിൽ ഈ ഷൂ അതേ കെട്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഷൂവുമായി ഇറങ്ങിപ്പോയിട്ട് വെള്ളം കോരിയെടുക്കലല്ലാതെ നിർവാഹമില്ല. ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, അദ്ദേഹം അതാ കിണറ്റിലേക്ക് ഇറങ്ങി ഷൂവിൽ വെള്ളം കോരിയെടുത്തു. എന്നിട്ട് ആ ഷൂ പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് കിണറ്റിൻ്റെ മേലെ വന്നു. എന്നിട്ട് നായക്ക് വെള്ളം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിനാൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു പോയി. നായയാണെങ്കിലും അതിനോട് കാരുണ്യം കാണിക്കണം, അതാണ് ഇസ്ലാം. മഹാന്മാരായ സഹാബത്ത് അത് പറഞ്ഞപ്പോൾ ചോദിച്ചില്ലേ, നായക്ക് വെള്ളം കൊടുത്താൽ അതിന് സ്വർഗം കിട്ടുമോ? നബി തങ്ങൾ പറഞ്ഞു, പച്ചയായ കരളുള്ള അഥവാ ജീവനുള്ള ഏത് ജീവിക്ക് എന്ത് കാരുണ്യം ചെയ്താലും അത് പടച്ചവൻ്റെ അടുക്കൽ വലിയ പ്രതിഫലാർഹമാണ്. ആരെയും ഒരു ജീവിയെയും ശല്യം ചെയ്യാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഖാദിന്റെ ചരിത്രം ഓർമ്മയുണ്ട്, അത് ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കും. സുഹൃത്തുക്കളെ, ആരെയും ശല്യം ചെയ്യാൻ പാടില്ല, അതാണ് ഇസ്ലാം. കഴിയുന്ന ഉപകാരം എല്ലാവർക്കും ചെയ്തു കൊടുക്കണം, അതാണ് ഇസ്ലാം. മഹാനായ അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു അൻഹു, ശാഫിഈ മദ്ഹബിലെ ഒരുപാട് വലിയ വലിയ കിതാബുകൾ എഴുതിയ മഹാൻ. ഒരു ദിവസം ഇങ്ങനെ പോവുകയാണ്, കൂടെ ശിഷ്യന്മാരുണ്ട്. അപ്പോൾ ഒരു നായ അങ്ങ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ വേഗം ഒരു ശിഷ്യൻ ആ നായയെ തെളിച്ചോടിക്കാൻ വേണ്ടി കല്ലെടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഓനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നായനൊന്നും ചെയ്യാൻ പാടില്ല. എന്ത് പറഞ്ഞു? ഇന്ന ഹാദ തരീഖ, ഈ റോഡുണ്ടല്ലോ, ഈ റോഡ് അത് ഇന്നി വഹാദൽ കൽബ്, ഞാനും ഈ നായയും ശരീക്കാനി ഫി തരീഖ്, ഈ റോട്ടിൽ കൂറുകാരാ. എനിക്കും ഈ റോട്ടും കൂടിയാ പോണ്ട്, നായക്കും ഈ റോട്ടും കൂടിയാ പോണ്ട്. അപ്പം അതിനെ നീ റോട്ടുമ്പോൾ ഇറങ്ങുമ്പോൾ എറിഞ്ഞോടിച്ചാൽ പിന്നെ അതെങ്ങനെ, അത് പിന്നെ ഹെലികോപ്റ്ററിൽ പോകാനാ? അതിനും പോകണ്ട ഇവിടെ. സുബ്ഹാനല്ലാഹ്, ഇതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ഇമാമിങ്ങൾ, അതാണ് യഥാർത്ഥ മുസ്ലിംകൾ, മുസ്ലിങ്ങളുടെ നേതാക്കൾ. ആർക്കും ശല്യമില്ല. ബഹുമാനപ്പെട്ട ഇമാം സുബ്ക്കി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ താജുദ്ദീൻ സുബ്ക്കി റളിയല്ലാഹു അൻഹു സിറാജുൽ ഹുദയുടെ കലണ്ടർ വരുമ്പോൾ
കിട്ടാത്തവരെല്ലാം ഓരോന്ന് വാങ്ങിയിട്ട് പുറേ കൊണ്ടുപോയി തൂക്കിയാൽ വലിയ സന്തോഷമാണ്. ഇൻഷാ അല്ലാഹ് കരലർ വാങ്ങുക, കൊണ്ടുപോയി തൂക്കുക. ഒരു 100 റുപ്യ കൊടുത്താൽ വളരെ നല്ലത്, 50 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു മാസത്തിൽ സിറാജുലുദയുടെ ചെലവ് ചെയ്യണമെങ്കിൽ 80 ലക്ഷം റുപ്യയാണ് ഒരു മാസത്തിൽ. 1011 സ്റ്റാഫുകളുണ്ട്, 1000-ലധികം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട്, ഖുർആൻ മനപ്പാടാക്കുന്ന മക്കളും മറ്റൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്കൊക്കെ ശമ്പളവും ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ? അപ്പോൾ ഒരു 80 ലക്ഷം റുപ്യയാണ് ഒരു മാസത്തിൽ. അപ്പോൾ നിങ്ങൾ എന്ത് സംഭാവന എടുത്താലും അൽഹംദുലില്ലാഹ് ഖൈറാൻ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകുന്നു. ഇമാം താജുദ്ദീൻ സുബ്കി വലിയ മഹാനായ പണ്ഡിതനാണ്. പക്ഷേ ചെറിയ കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് ചെറിയ വികൃതി സാധാരണയാണല്ലോ. അപ്പോൾ ഒരു നായ ഇങ്ങനെ വന്നു. അപ്പോൾ താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു നായനെ വിളിച്ചു, യാ കൽബബന കൽബ് എന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, കൽബിൻ്റെ മകൻ കൽബേന അതിൻ്റെ അർത്ഥം. പിന്നെ ഞാൻ അതിൻ്റെ അർത്ഥം പറയാത്തവർ കൽബൂദന നായ എന്ന അർത്ഥം എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ അതിൻ്റെ അർത്ഥം പറയാത്തവർ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് മുറിക്കുന്ന കാലമാണ്. അപ്പോൾ ചിലപ്പോൾ ഞാനിവിടുന്ന് ഇപ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ നാളെ ഉണ്ടാവും നമ്മൾ ഏതെങ്കിലും ഒരു വിരോധി, സുന്നത്തി ജമാഅത്തിൻ്റെ വിരോധി, ഇത് മുറിച്ചിട്ട് കണ്ടോ ഈ മൊയ്ലിയാർ വിളിക്കുന്നത് കേട്ടോ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അർത്ഥം പറയാത്തത്. ഇന്നത്തെ ലോകം അങ്ങനെയായിപ്പോയി. അള്ളാഹു എല്ലാവരെയും നന്നാകട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് യാ കൽബവന കൽബിൻ്റെ മകൻ കൽബെ എന്ന് വിളിച്ചു. അപ്പോൾ മകൻ അത് വിളിച്ചപ്പോൾ ബാപ്പ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു വലിയ ഇമാമാണ്, വലിയ ആലിമാണ്, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മോനെ ലാ തഖുൽ ഹകദാ, അങ്ങനെ വിളിക്കരുത് കേട്ടോ. അപ്പോൾ മകൻ ചോദിച്ചു, അലൈസൽ കൽബു മിന കൽബിൻ, നായൻ്റെ കുട്ടി എന്നല്ലേ? ഞാൻ പോത്തിനെ നായൻ്റെ കുട്ടി എന്ന് വിളിച്ചില്ലല്ലോ, നായനെ തന്നെയല്ലേ നായൻ്റെ കുട്ടി എന്ന് വിളിച്ചത്. നായൻ്റെ മോനെന്ന് വിളിച്ചാൽ അത് എന്തല്ല വേറൊരു ജീവിയല്ലല്ലോ വിളിച്ചത്. അപ്പോൾ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ വശർത്തുൽ ജവാസി അദമു തഹ്ഖീരിഹി, നീ നായിൻ്റെ കുട്ടി എന്ന് വിളിച്ചത് എന്തിനാണ്? അത് മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചതാണോ? ചില പോസ്റ്റ്മേന്മാരുണ്ട്, സൺ ഓഫ് എർത്ത് പറഞ്ഞിൽ എന്തിനു ആളെ മനസ്സിലാക്കാൻ വേണ്ടി. അതുപോലെ പറഞ്ഞതല്ലല്ലോ. നീ ആ നായയെ നിസ്സാരപ്പെടുത്താൻ വേണ്ടിയല്ലേ നായൻ്റെ മകൻ നായ എന്ന വാചകം നീ പറഞ്ഞത്? നായയെ നിസ്സാരപ്പെടുത്താനല്ലേ? നായയും പടച്ചവൻ്റെ ഒരു ജീവിയല്ലേ? അതുകൊണ്ട് നിസ്സാരപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടുകൂടെ നായയെ തന്നെ അങ്ങനെ വിളിക്കാൻ പറ്റൂല. അപ്പോഴാണ് താജുദ്ദീൻ സുബ്കി എന്ന മകൻ പറഞ്ഞത്, ആദീ ഫായിദത്തുൻ യാ വാലിദി, ഇത് വലിയ ആശയമാണല്ലോ ബാപ്പാ. ഇസ്ലാം കത്തി കൊണ്ടോ കല്ലുകൊണ്ടോ വാളുകൊണ്ടോ കൈകൊണ്ടോ അല്ല കാലുകൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ഒരാളെ ആക്രമിക്കരുതെന്ന് മാത്രമല്ല, നാവ് കൊണ്ട് ആക്രമിക്കാൻ പാടില്ല. നാവ് കൊണ്ടുള്ള അക്രമമാണ് ചീത്ത വിളിക്കൽ, നാവ് കൊണ്ടുള്ള അക്രമമാണ് തെറി പറയൽ, നാവ് കൊണ്ടുള്ള അക്രമമാണ് ഗീബത്ത് പറയൽ, നാവ് കൊണ്ടുള്ള അക്രമമാണ് ആരോപണം പറയൽ. നാവ് കൊണ്ട് ആരെയും ശല്യം ചെയ്യാൻ പാടില്ല. അതാണ് ഇസ്ലാം. അത് വെറും മനുഷ്യരെ മാത്രമല്ല, ജീവികളെ തന്നെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. 7 പ്രാവശ്യം കഴുകണം നായ തൊട്ടാലെന്ന് നമുക്കറിയാം. അതേ ഉണങ്ങിയ നായ ഉണക്ക് തൊട്ടതിനെ കുറിച്ചല്ല. പിന്നെയോ 2-1 ഭാഗത്ത് നനവുണ്ടെങ്കിൽ, ഒന്നുകിൽ നായ തൊടുന്ന സ്ഥലത്ത് നനവുണ്ട്, അല്ലേ നായൻ്റെ ശരീരത്തിൽ നനവുണ്ട്. അങ്ങനെ നനവോടുകൂടിയാണ് നായ തൊട്ടതെങ്കിൽ അവിടെ 7 പ്രാവശ്യം കഴുകേണ്ടതുണ്ട്. അത് കഴുകുമ്പോൾ 7-ൽ 1 മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. അത് 7-ൽ ഏതായാലും കുഴപ്പമില്ല, ആദ്യത്തേതായാൽ കൂടുതൽ നല്ലതായി. ഏതായിരുന്നാലും ശരി 7 പ്രാവശ്യം കഴുകണം. അതൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. കാരണം മണ്ണിന് വലിയ ഫിൽറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അത് വേറെ വസ്തുക്കൾക്കില്ല. ഫിൽറ്റ് ചെയ്യാനുള്ള കഴിവ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു സ്ഥലത്തൊരു ടോയ്ലറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടാങ്കി കുഴിക്കുന്നു. ആ ടാങ്കി കുഴിക്കുമ്പോൾ എഞ്ചിനീയർ വന്നിട്ട് അളവെടുക്കുന്നു. ആ കിണറുമായി എത്ര ദൂരം ഉണ്ട് എന്നാണ് നോക്കുന്നത്. കിണറുമായി 15 മീറ്റർ ദൂരം അല്ലെ 20 മീറ്റർ ദൂരം എന്നൊക്കെ അദ്ദേഹം പറയുന്നത് എന്തിനാണ്? ആ ടോയ്ലറ്റിൻ്റെ ടാങ്കിയിൽ നിന്ന് ആ നജസ്സുകൾ ഒരുമിച്ച് കൂടിയ മാലിന്യം ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് നിന്നുള്ള വെള്ളം അത് ഈ കിണറ്റിലേക്ക് മെല്ലെ മെല്ലെ ലയിച്ചു വരികയാണെങ്കിൽ ഒരു 15-20 മീറ്റർ അത് ഈ മണ്ണിലൂടെ ഇങ്ങനെ നീങ്ങിയാൽ അവിടെ എത്തുമ്പോഴേക്കത് ഫിൽറ്റ് ചെയ്തു പോകും, അത് ശുദ്ധീകരിച്ചു പോകും. മണ്ണിനങ്ങനെ ഒരു ശക്തിയുണ്ട്.
അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുഇലത്ത് ലിയൽ അർദു മസ്ജിദൻ വ തഹൂറാ, ഭൂമിയെ അല്ലാഹു തആല തഹൂറാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തഹൂർ എന്ന് പറയുന്നത് എന്തിനാണ്? സ്വന്തം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കുന്നതും അതിനല്ലേ തഹൂർ എന്ന് പറയുന്നത്. അപ്പം മണ്ണ് സ്വന്തം ശുദ്ധിയുള്ളതാണ്, വേറെ ഒന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു തോട്ടത്തിൽ വെച്ച് ജോലിയെടുക്കുമ്പോൾ ആ ജോലിക്കിടയിൽ ബാങ്ക് വിളിച്ചാൽ നിസ്കാരം കളാക്കാൻ പാടില്ല. നബിതങ്ങൾ ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് അതാണ് പറഞ്ഞത്. ആർക്കെങ്കിലും നിസ്കാരത്തിന്റെ സമയമായാൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിസ്കാരത്തിന്റെ സമയമായാൽ അതേ ഫല്യുസല്ലി, അവൻ അവിടുന്ന് നിസ്കരിച്ചു കൊള്ളട്ടെ. നമുക്ക് വിദേശത്തൊക്കെ പോയാലേ കാറ് നിർത്തിയിട്ട് മരുഭൂമിയിൽ നിന്ന് നിസ്കരിക്കുന്ന പാകിസ്ഥാനികളെ കാണാം. അതുപോലെ വേറെ ചില നാട്ടുകാരെ, ഈജിപ്തുകാരെ കാണാം. നമ്മളെ മലയാളികൾക്കൊരു തോന്നലുണ്ട്, പള്ളിയിലെത്തിയാലേ നിസ്കരിക്കാൻ പറ്റൂ, അല്ലേ പുറക്കെത്തിയാലേ നിസ്കരിക്കാൻ പറ്റൂ. അങ്ങനെയില്ല, എവിടുന്നും നിസ്കരിക്കാം. നിസ്കരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ട് നിസ്കരിക്കണോന്ന് അങ്ങനെയുമില്ല. വെറും മണ്ണ് നീ തന്നെ നിസ്കരിക്കാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ മണ്ണിൽ നജസുണ്ട് എന്ന് ഉറപ്പുണ്ടായിരുന്നു. ആ മണ്ണിൽ നജസുണ്ട് എന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം നമുക്ക് ആ മണ്ണിൽ വെച്ച് നിസ്കരിക്കാം. ചിലരുണ്ട്, ഇപ്പം ഞാൻ നിസ്കരിക്കുന്നില്ല, ഞാൻ അസറായിട്ട് തോറും കൂടി ആയിക്കോളാം, പുറേ പോയിട്ട് ഞാനൊന്ന് ഷർട്ടും മുണ്ടൊക്കെ മാറ്റണം. എന്തിന് ഷർട്ടും മുണ്ടും മാറ്റണം? ഇവനെന്താ ഷർട്ടും മുണ്ടിലൊക്കെ മൂത്രമൊഴിച്ച് വരും? അതൊന്നുമില്ല, നജസൊന്നുമില്ല. പിന്നെ എന്തിനാണ് അയാൾ ഇങ്ങനെ മാറ്റിവെക്കേണ്ട ആവശ്യം? ഏത് ഭൂമിയിലും നമുക്ക് നിസ്കരിക്കാം. അതാണ് ഭൂമി എന്ന് പറയുന്നത്. സ്വന്തം തന്നെ ശുദ്ധിയുള്ളതാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് മണ്ണ് എന്ന് പറയുന്ന വസ്തു. ഇരിക്കട്ടെ, അപ്പോൾ മണ്ണ് എന്ന് പറയുന്നത് ഫിൽട്ട് ചെയ്യുന്ന സംഗതിയാണ്, ഫിൽട്ട് ചെയ്യുന്ന സാധനമാണ്. ഞാൻ എന്തെങ്കിലും പറയാൻ കാരണം നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, അതൊന്നുമല്ല. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. എന്തേ മണ്ണ് കൂട്ടി കഴുകണം, മണ്ണ് വെള്ളത്തിൽ ചേർത്ത് കലക്കി കഴുകണം നായ തൊട്ടാൽ. അതൊക്കെ നിയമമാണ്. പക്ഷേ അതുകൊണ്ട് നായനെ നിന്ദിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞു വരുന്നത്. അത് നിയമമാണ്. നിയമത്തിൻ്റെ റൂട്ടിൽ ഇങ്ങനെ പോകും. അതിന് നിന്ദിക്കലല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കാൻ. എൻ്റെ ഉമ്മ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളായിരിക്കും എൻ്റെ ഉമ്മ. നിങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. അള്ളാഹു മരിച്ചുപോയ ഉമ്മമാർക്കൊക്കെ ഖബർ സന്തോഷം നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. ഉമ്മാൻ്റെ പൊരുത്തമില്ലാതെ ഒരാളും സ്വർഗത്ത് കിടക്കില്ല. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിൻ്റെ ചോടയാണ് സ്വർഗമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വളരെ ശ്രദ്ധിക്കണം, ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങണം. പക്ഷേ ഉമ്മാനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. നമുക്ക് ഉമ്മാനോട് വലിയ ബഹുമാനമൊക്കെ ഉണ്ട്, പക്ഷേ ഉമ്മാനെ ഇമാമത്ത് നിർത്താൻ പറ്റൂല. അത് നിയമമാണ്. ഉമ്മാനെ ഇമാമത്ത് നിർത്താൻ പറ്റൂല, അത് നിയമമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ് എൻ്റെ ഭാര്യ, പക്ഷേ ഭാര്യനെ ഇമാമത്ത് നിർത്താൻ പറ്റൂല. നിയമത്തിൻ്റെ റൂട്ടിൽ എങ്ങനെ പോകും. അതേ സമയത്ത് ചില ചെറുപ്പക്കാർക്കൊരു ധാരണ ഉണ്ട്, നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്നുണ്ടല്ലോ. അതുകൊണ്ട് കിട്ടുന്ന കല്ലുകൊണ്ട് നായിന് എറിയൽ സുന്നത്താന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് തെറ്റാണ്, ആ ധാരണ തെറ്റാണ്. നായയെയും ആക്രമിക്കാൻ പറ്റൂല. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു താജുദ്ദീൻ സുബ്കി കുട്ടിക്കാലത്ത് നായൻ്റെ മകൻ നായയെ എന്ന് വിളിച്ചു പോയപ്പോ അതിനെ തടയുകയാണ് ബാപ്പയായ ഇമാം തഖീദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ഇസ്ലാം എല്ലാവർക്കും പരിഗണന കൊടുക്കുന്ന, എല്ലാ ജീവികൾക്കും പരിഗണന കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഇപ്പോൾ ധാരാളം മുസ്ലിമീങ്ങളായ ചെറിയ പിഞ്ചുമക്കളെ ഓരോ ദിവസവും 100 കണക്കിന് പിഞ്ചുമക്കളെ ഇങ്ങനെ ബോംബിട്ട് കൊല്ലുകയാണ് യഹൂദികൾ. എന്താ കാരണം? അവരെ മനസ്സത്രയും ഉറച്ചു പോയത് കൊണ്ടാണ്. ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അസദ്ദു ഖസ്വ വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ
ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാഉ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. പരിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ, ഏറ്റവും ബഹുമാനമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നൊരക്ഷരമോ, സൂറത്തുൽ ബഖറയുടെ അവസാനം അമൻ റസൂൽ തുടങ്ങിയുള്ള ആയത്തുണ്ടല്ലോ, അതിൽ നിന്നൊരക്ഷരമോ ഓതിയിട്ട് ദുആ ചെയ്താൽ തന്നെ ഉത്തരം കിട്ടാതിരിക്കൂല എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുകൊണ്ടാണ് പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ സുന്നികൾ അതാ കല്യാണത്തിന് നിശ്ചയിക്കുന്ന സമയത്തും നിക്കാഹ് നടന്നാലും അതേ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോഴും അതുപോലെ തന്നെ കച്ചവടം തുടങ്ങുമ്പോഴും അതേ വീട്ടിന് കുറ്റിയറിച്ച് തറക്കല്ലിടുമ്പോഴും എല്ലാ സ്ഥലത്തും ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യും. മരിച്ച മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഫാത്തിഹ ഓതി ദുആ ചെയ്യും. ഈ സ്റ്റേജിലും നമ്മൾ ഫാത്തിഹ ഓതിയിട്ടാണ് ദുആ ചെയ്തത്. സിയാറത്ത് ചെയ്യുമ്പോഴും ഫാത്തിഹ ഓതിയിട്ടാണ് ദുആ ചെയ്തത്. കാരണം ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കൂല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതിനെ അംഗീകരിക്കാത്ത പുത്തനാശയക്കാർ, സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളെ ഫാത്തിഹ ഓതാൻ കിട്ടൂല, ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ കിട്ടൂല. അതവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. അവർ അവരുടെ നേതാക്കളെ കണ്ണടച്ച് വിശ്വസിച്ചു പോയി, അന്ധമായി വിശ്വസിച്ചു പോയി. ആ നേതാക്കൾ പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ആലിമീങ്ങളെ തെറ്റിദ്ധരിച്ചു, ആലിമീങ്ങളെ കുറ്റം പറഞ്ഞു, ആലിമീങ്ങൾ നമുക്ക് കാണിച്ചു തന്നതിനെ അവർ നിസ്സാരപ്പെടുത്തി. അതവരുടെ അഹങ്കാരമാണ്. നബിതങ്ങൾ പഠിപ്പിച്ചത് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആക്ക് ഉത്തരമുണ്ടെന്നാണ്. അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ, നമ്മൾ മരിച്ച മയ്യിത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയല്ലേ മയ്യിത്ത് നിസ്കാരം. മയ്യിത്ത് നിസ്കാരം നിസ്കാരമല്ല എന്ന് ഉറപ്പല്ലേ? നിസ്കാരമാണെങ്കിൽ സുജൂദ് വേണ്ടേ? അതുപോലെ തന്നെ റുകൂ വേണ്ടേ? ഇടയിലിരുത്തം വേണ്ടേ? അത്തഹിയാത്ത് വേണ്ടേ? അതൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ മയ്യിത്ത് നിസ്കാരം എന്താണ്? മയ്യിത്തിന് വേണ്ടിയുള്ളൊരു പ്രധാനപ്പെട്ട ദുആയാണ്. സലാത്ത് എന്നതിനും പറയും. കാരണം സലാത്ത് എന്നതിന് ദുആ എന്നാണല്ലോ വാക്കർത്ഥം. ഇരിക്കട്ടെ, ആ സലാത്തുൽ മയ്യിത്ത്, ആ സലാത്തുൽ മയ്യിത്ത് എങ്ങനെയാണ്? ഈ മയ്യിത്തിൻ്റെ പേരിൽ ഫർളായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. ഈ നിസ്കാരത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ മയ്യിത്തിൻ്റെ പേരിലാണല്ലോ. അങ്ങനെ ആ നിയ്യത്തോടുകൂടി ആദ്യം തന്നെ ഒരു ദിക്ർ ചൊല്ലുകയാണ്, അല്ലാഹു അക്ബർ. ആ ദിക്ർ മയ്യിത്തിൻ്റെ പേരിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതുകയാണ്. ഈ സൂറത്തുൽ ഫാത്തിഹ മരിച്ച മയ്യിത്തിൻ്റെ പേരിലാണ്. വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറയുകയാണ്. ആ തക്ബീറും മയ്യിത്തിൻ്റെ പേരിലാണ്. ഈ നിസ്കാരം ആദ്യം മുതൽ അവസാനം വരെ മയ്യിത്തിൻ്റെ പേരിലാണല്ലോ. അപ്പൊ മയ്യിത്തിൻ്റെ പേരിൽ ദിക്ർ ചൊല്ലി, ഫാത്തിഹ ഓതി, വീണ്ടും ദിക്ർ ചൊല്ലി, പിന്നീടതാ സലാത്ത് ചൊല്ലലാണ്. പക്ഷേ സലാത്ത് ചൊല്ലുമ്പോ അവിടെ അൽഹംദുലില്ലാ എന്ന് ആദ്യം പറയുന്നത് നല്ലതാണ്. ഫതുഹുൽ മുഈനിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സലാത്ത് ചൊല്ലലാണ് നല്ലത്. സലാത്ത് ചൊല്ലുമ്പോ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന സലാത്തുണ്ടല്ലോ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ എന്ന് പറയുന്ന സലാത്ത്, ആ സലാത്ത് വളരെ പുണ്യമാണ്. ആ സലാത്ത് ചൊല്ലിയാൽ വളരെ പുണ്യമാണ്. പക്ഷേ ആ സലാത്തിൽ സലാമില്ല. സാധാരണ നിനക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേൽ സലാത്ത് ചൊല്ലുമ്പോൾ സലാമും കൂടി കൂട്ടിച്ചെല്ലണമെന്നാണ്. അതല്ലേ ഖുർആൻ സല്ലു അലൈഹി വസല്ലിമു എന്നല്ലേ പറഞ്ഞത്. സലാത്തും ചൊല്ലണം സലാമും ചൊല്ലണം എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ സലാത്ത് ചൊല്ലുമ്പോഴെല്ലാം സലാമും കൂടി കൂട്ടുന്നത് നല്ലതാണ്. പള്ളിയിലെ മുഅദ്ദിനീങ്ങൾ
അവര് ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വസല്ലിം എന്നും കൂടി കൂട്ടിയാൽ നല്ലതാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സലാത്ത് ചെല്ലുമ്പോൾ നബി തങ്ങളെ കുടുംബത്തെയും കൂടി കൂട്ടിച്ചെല്ലിയാൽ നല്ലതാണ്. വഅലാ ആലി മുഹമ്മദും കൂടി കൂട്ടിയാൽ നല്ലതാണ്. ഇരിക്കട്ടെ, അപ്പം നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന സലാത്ത്, അത്തഹിയ്യാത്തുള്ള സലാത്ത്, അവിടെ സലാമിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത്തഹിയ്യാത്തിൽ നമ്മൾ ആദ്യം റസൂലുള്ളാഹിന്റെ പേരിൽ സലാം ചൊല്ലിയിട്ടുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞിട്ട് പിന്നെയാണല്ലോ സലാത്ത് ചൊല്ലുന്നത്. അതുകൊണ്ട് അത്തഹിയ്യാത്തിൽ സലാമിൻ്റെ ആവശ്യം ആദ്യം ചൊല്ലിപ്പോയത് കൊണ്ട് സലാത്തിൻ്റെ കൂടെ സലാം ആവശ്യം വരുന്നില്ല. എന്നാൽ മയ്യിത്ത് നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലിയ സലാത്ത് അത് തന്നെയാകുമ്പോൾ സലാം കിട്ടൂല. അതുകൊണ്ട് ആ സലാത്ത് ചൊല്ലിയതിന് ശേഷം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നോ മറ്റോ സലാം ചൊല്ലിയാൽ അതും നല്ലതാണ്. അതിപ്പോ എപ്പോഴാ? അതേ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം സലാത്ത്, ആ സലാത്ത് കഴിഞ്ഞിട്ടൊരു സലാം, സലാത്തിന് മുമ്പ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ പുണ്യമാണ്, നല്ലതാണ്. ഇരിക്കട്ടെ, അതിനുശേഷം വീണ്ടും അല്ലാഹു അക്ബർ എന്ന തക്ബീറാണ്, ദിക്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മയ്യത്തിന് വേണ്ടിയുള്ള ദുആയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറയുന്ന ദുആയാണ്. ആ ദുആയെ സംബന്ധിച്ച് ഞാനൊരു വാക്ക് പറയട്ടെ. ആ ദുആയിൽ കുറെ അങ്ങോട്ട് എത്തുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുവേ നീ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ, അല്ലാഹുമ്മ റഹ്മു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യണേ, വഅഫു അൻഹു നീ അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്യണേ എന്നൊക്കെ അങ്ങനെ ദ്വാരക്കാണ്. അങ്ങനെ ദ്വാരം അങ്ങോട്ട് എത്തുമ്പോൾ വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി, അദ്ദേഹത്തിൻ്റെ വീട്ടിനേക്കാൾ നല്ല വീട് കൊടുക്കണേ. അതൊക്കെയാണ്, സ്വർഗത്തിൽ നല്ല വീട് കിട്ടണം. പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, സൗജ് എന്ന് ഭർത്താവിനും പറയും ഭാര്യക്കും പറയും, രണ്ടിനും പറയുന്നൊരു വാചകമാണ് സൗജ്. ഭാര്യയ്ക്ക് സൗജത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല, സൗജ് എന്ന് തന്നെ പറഞ്ഞാൽ മതി. അങ്ങനെ ചില സംഗതികളുണ്ട്. ഗർഭിണിയായ പെണ്ണിനെ സംബന്ധിച്ച് ഹാമിലത്ത് എന്ന് പറയണില്ല, ഹാമിൽ എന്ന് പറഞ്ഞാൽ മതി. ഹാമിലത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം പുരുഷന്മാർ ഗർഭിണി ആവൂലല്ലോ. അപ്പോൾ ഇരിക്കട്ടെ, ഇവിടെ സൗജ് എന്ന് പറഞ്ഞാൽ ഇണാന്നാണ് അർത്ഥം. രണ്ട് കക്ഷി അപ്പുറം ഇപ്പുറം പറയാവുന്ന വാചകമാണ് സൗജ്. അപ്പോൾ ആണ് മയ്യത്താണെങ്കിലും പെണ്ണ് മയ്യത്താണെങ്കിലും വഅബ്ദിൽഹു സൗജ് ഖൈറൻ മിൻ ദാരിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി അഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, ആ വ്യക്തിയുടെ ഇണയേക്കാൾ നല്ല ഇണയെ കൊടുക്കണേ എന്ന് ദുആ. അപ്പോൾ ചില ആളുകൾക്ക് സംശയം, എൻ്റെ ബാപ്പാൻ്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കുമ്പോൾ ഭാര്യയേക്കാൾ നല്ല ഭാര്യയെ കൊടുക്കണ എന്നാൽ ഉമ്മാനെ കൊടുക്കണ്ടെന്നാ അപ്പം എൻ്റെ മേന? ഭാര്യയേക്കാൾ നല്ല ഭാര്യയെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എൻ്റെ മേന. അത് ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തുഹ്ഫയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ദാത്ത് മാറണം എന്നല്ല, വസ്തു മാറണം എന്നാണ്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയാം, ദാത്തുവിനെ തടി മാറണമെന്നല്ല, പിന്നെ തടിയുടെ വിശേഷണം മാറണമെന്ന്. അതായത് ഇപ്പോൾ ഈ നാട്ടിലുള്ള നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ചിലപ്പം ജലദോഷം, ചിലപ്പം കൊര, ചിലപ്പോൾ കൂർക്കം വലിച്ചിട്ട് ഉറങ്ങാൻ വിടൂല, ചിലപ്പോൾ ജലദോഷമായിട്ട് കുരച്ചിട്ട് ഉറങ്ങാൻ വിടൂല, ചിലപ്പോൾ നമ്മൾ കൂർക്കം വലിച്ചിട്ട് അവർക്ക് ഉറക്കം വരാണ്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുരച്ചിട്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. രണ്ടു പക്ഷവും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് ന്യൂനതകളുള്ളവരാണ് ഈ ഭൂമിയിലുള്ള ഇണകൾ. അത് ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ, ഒരുപാട് ന്യൂനതയുണ്ട്. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. സ്വർഗത്തിൽ സ്വന്തം ഭാര്യയെ കിട്ടുമ്പോൾ അവൾ ഇവിടെ ഉള്ളതുപോലെയല്ല, ഹൈറായ ഭാര്യ, ഒരു ദോഷവും ഇല്ലാത്ത ഭാര്യ, പൂർണ്ണമായി ശുദ്ധമതിയായ ഭാര്യ. സ്വഭാവം കൊണ്ടാണെങ്കിലും ശരി, ഭംഗി കൊണ്ടാണെങ്കിലും ശരി, വയസ്സുകൊണ്ടാണെങ്കിലും ശരി, എല്ലാവർക്കും 33, അതിൻ്റെ മേലോട്ടില്ല. അങ്ങനെ എന്നും യുവതി, എന്നും സൗന്ദര്യം, അങ്ങനെയുള്ള ഇണയെ കൊടുക്കണേന്നാണ് ഖൈറൻ മിൻ സൗജിഹി എന്ന് പറഞ്ഞാൽ അർത്ഥം. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം തിരിഞ്ഞ മുത്തഅല്ലിമുകൾ പറയും, ഉപ്പാക്ക് ഭാര്യനെ കിട്ടാണ്ടായി ഉമ്മാനെ കിട്ടാണ്ടായി പോകുന്ന പേടിയൊന്നും വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്. സൗജൻ ഖൈറൻ മിൻ സൗജിഹി. അങ്ങനെ നമ്മൾ ദുആ നടത്തുന്നു. ആ ദുആ നടത്തിയതിന് ശേഷം പിന്നെ തക്ബീറിൽ സലാം പറയുന്നു. ഇരിക്കട്ടെ, ഞാൻ എന്തിനായിരുന്നു പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്താണ്. അതുകൊണ്ട് മയ്യിത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയിട്ടുള്ള ഒരു ദുആയാണത്. കാരണം ഫാത്തിഹ എന്ന് പറയുന്നത് വലിയ പവറുള്ള ഒരു സൂറത്താണ്. അത് എവിടെയും പ്രാരംഭം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. ഖുർആൻ മറിച്ച് നോക്കിയാൽ തുടക്കം തന്നെ ഫാത്തിഹയാണ്. ആ സൂറത്തുൽ ഫാത്തിഹ ഇപ്പോൾ അത് വിവരിക്കാൻ സമയമില്ല. 7 ദിവസം സൂറത്തുൽ ഫാത്തിഹ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ വഅദ് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ കിട്ടും, നിങ്ങൾക്കത് കേൾക്കാം. ഞാൻ അതിൽ ഒരുപാട് സംഗതികൾ പറഞ്ഞിട്ടുണ്ട്.
ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ രണ്ടാമത് കാണുന്ന സൂറത്തല്ലേ സൂറത്തുൽ ബഖറ. അൽ ബഖറ, അൽ ബഖറ എന്ന് പറഞ്ഞാൽ ആ പശു എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതാണ് ആ പശു? മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുഅ്ജിസത്ത് പ്രകടമായൊരു പശുവാണ്. അതിൻ്റെ സംഭവം അത് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ജനങ്ങളായ യഹൂദികളോട് പറഞ്ഞു, അതേ ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അല്ലാഹു നിങ്ങളോടൊരു പശുവിനെ അറുക്കാൻ പറയുന്നുണ്ട്. എന്തായിരുന്നു കാരണം? കാരണം ആ നാട്ടിൽ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ കൊന്ന ആളുടെ സഹോദര പുത്രന്മാരാണ് അതേ ബാപ്പയുടെ സഹോദരനെ കൊന്നത്. പക്ഷേ അവർ കൊന്നത് എന്തിനാണ്? അദ്ദേഹത്തിന് ഒരുപാട് ധനമുണ്ട്, പണമുണ്ട്. ഇയാൾ മരിച്ചു കിട്ടുന്നില്ല. മരിച്ചാൽ ഇവരല്ലാതെ വേറെ സ്വത്തവകാശികളില്ല. ഇയാൾ മരിച്ചു കിട്ടുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ മൂത്താപ്പാൻ്റെ സ്വത്ത് അല്ലെ എളാപ്പാൻ്റെ സ്വത്തും കാത്തിരിക്കുന്ന ചിലരുണ്ട്. പക്ഷേ അവർ മരിച്ചു കിട്ടുന്നില്ല. അങ്ങനെ ഒരു വിഷമം മനസ്സിൽ തോന്നുന്ന ദുന്യാവിൻ്റെ ആളുകളില്ലേ? ആഖിറത്തെക്കുറിച്ചോ കുടുംബ ബന്ധത്തെക്കുറിച്ചോ ചിന്തയില്ലാത്തവരില്ലേ? അങ്ങനെ ഇയാൾ മരിച്ചു കിട്ടാത്തത് കൊണ്ട് കൊന്നുകളയാന്ന് തീരുമാനിച്ചു. അങ്ങനെ കൊന്ന ആളുകൾ കൊന്നതിന് ശേഷം റോട്ടിലിറങ്ങിയിട്ട് സിന്ദാബാദ് വിളിക്കുകയാണ്, ഞങ്ങളെ എളാപ്പാനെ കൊന്നുപോയി അല്ലെ മൂത്താപ്പാനെ കൊന്നുപോയി, ആളെ തിരിഞ്ഞേ പറ്റൂ, കൊന്നത് അവർ തന്നെയാണ്. യഹൂദികളെ സ്വഭാവമാണ്, കൊന്നത് അവർ തന്നെയാണ്. എന്നിട്ട് അവർ തന്നെ സിന്ദാബാദ് വിളിക്കുകയാണ്. അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പോയിട്ട് അവർ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. ഖുർആൻ ആ ചരിത്രം പറയാണ്, വൈദ് ഖതൽതും നഫ്സൻ ഫദറതും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ ഫഖുൽ അദ്രിബൂഹു ബിബഅദിഹാ കദാലിക യുഹില്ലാഹുൽ മൗതാ വയുരീകും ആയാതിഹി ലഅല്ലകും തഖിലൂൻ. കൊന്നിട്ട് പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ആരോപണം പറയുകയാണ്. അങ്ങനെയുള്ള സമയത്താണ് മൂസാ നബിയോട് പോയി കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ മൂസാ നബിയുടെ നിർദ്ദേശം, നിങ്ങളൊരു പശുവിനെ അറുക്കണം. സുബ്ഹാനല്ലാഹ്. യഹൂദികൾ ചോദിച്ചു, നിങ്ങൾ നമ്മളെ പരിഹസിക്കുകയാണോ മൂസാ? മൂസാ നബി ആ സമയത്ത് പറഞ്ഞ മറുപടി എന്താ? അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. മറ്റൊരാളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവരുടെ പരിപാടിയാണ് കേട്ടോ അത്. വിവരമുള്ളവൻ പരിഹസിക്കൂല. കളിയാക്കുക എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവന്റെ പരിപാടിയാണ്. വിവരമുള്ളവൻ പരിഹസിക്കൂല. ഞാൻ വിവരമില്ലാത്തവരിൽ ഉൾപ്പെട്ടു പോകുന്നതിന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് മനസ്സിലായത് കാര്യം പറഞ്ഞു തന്നെയാണ്. അപ്പൊ അവര് ചോദിച്ചു, ആ പശു എങ്ങനെയുള്ള പശുവാണ് എന്നൊന്ന് പറഞ്ഞു തരാൻ നിങ്ങൾ പഠിച്ചവരോട് പറയൂ. മൂസാ നബി അലൈഹി ഇസ്ലാം അതിന് മറുപടി പറയാണ്, ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദുൻ വലാ ബിക്റുൻ അവാനും ബൈന ദാലിക ഫഫഅലൂ മാ തുമറൂൻ. ഓ മനുഷ്യരെ, നിങ്ങളോട് കൽപ്പിച്ചതങ്ങ് ചെയ്തോ. പശുവിനെ അറക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനത്തെ പശുവാന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു പശുവിനെ അങ്ങ് അറുത്താൽ പോരെ. പക്ഷേ ഇവർ ചോദിക്കും എങ്ങനത്തെ പശുവാണ് ചോദിച്ചു. അപ്പോൾ മൂസാ നബി പറഞ്ഞു, അത് പ്രായം കൂടുതലുള്ളതല്ല, പ്രായം കുറഞ്ഞതുമല്ല, കന്യകത്വം നീങ്ങിയതല്ല, അങ്ങനെയുള്ളൊരു നല്ല പശുവിനെ ഇറക്കണം. നിങ്ങൾ പറഞ്ഞ പണിയങ്ങ് എടുത്തോളി എന്ന് പറഞ്ഞു. പണി എടുത്തോളി തന്നെ പറഞ്ഞ പണി എടുത്താൽ പോരെ, പശുവിന് അങ്ങനത്തെ ഒരു പശുവിനെ അറുത്താൽ പോരെ. പക്ഷേ ഇവർ പിന്നെ രണ്ടാമത് ചോദിക്കുകയാണ്, അറുക്കണ്ട പശുവിന്റെ കളറേതാണ് എന്നാ പിന്നെ ചോദ്യം. അത് ഏത് നിറായിരിക്കണോ? മൂസാ നബി പറയാണ്, ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ സഫറാ ഫാഖിഉൽ ലൗനുഹാ തസുറുൻ നാദിരീൻ. കണ്ടാൽ ആരെയും ആകർഷിക്കുന്ന മഞ്ഞ കളറുള്ള പശു, നല്ല സൗന്ദര്യമുള്ള മഞ്ഞ കളറുള്ള പൊൻകളറുള്ള പശു. അതേ. അപ്പൊ പിന്നെ അവരെ ചോദ്യം, ഖാലു ദുലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറത തശാബഹ അലൈനാ. ഞങ്ങൾക്ക് പശുവിനെ തിരിയുന്നില്ല, ഒന്നും കൂടി വിവരിച്ചു തരാൻ പറയണം. അപ്പോഴാണ് അല്ലാഹു തആല ഖുർആനിൽ അതാ പഠിപ്പിക്കുന്നു നമ്മളെ. മൂസാ നബി പറയാണ്, ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ തുസീറുൽ അർള വലാ തസ്ഖിൽ ഹർസ് മുസല്ലമത്തുൻ ലാ സിയത ഫീഹാ ഖാലു അൽആന ജീത ബിൽ ഹഖ് ഫതബഉഹാ വമാ കാദു യഫ്അലൂൻ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം പറഞ്ഞു കൊടുക്കുകയാണ്, ജോലി എടുത്തതല്ല, ജോലി എടുക്കാൻ പറ്റാത്തതുമല്ല, അതേ കൃഷി ചെയ്യാൻ വേണ്ടി ഉഴുതുമറിച്ചതല്ല,
അല്ലെങ്കിൽ വെള്ളം തേകാൻ വേണ്ടി ജോലി എടുപ്പിച്ചതല്ല, നല്ല ആരോഗ്യമുള്ള പശു. അങ്ങനെ അതിന്റെ ശരീരത്തിൽ ഒരു ചെറിയ കല പോലും ഉണ്ടാകാൻ പാടില്ല, ഒരു ന്യൂനതയുമില്ലാത്ത പശു. അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു. അപ്പോഴാണ് അവർ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അവരാ പശുവിനെയും നോക്കി നടന്നു. സുബ്ഹാനല്ലാഹ്, പശുവിനെ കിട്ടിയില്ല. പിന്നെയും പിന്നെയും തെരഞ്ഞു. ഒരു ചെറുപ്പക്കാരന്റെ സമീപത്തുനിന്ന് ആ പശുവിനെ കിട്ടി. ആ ചെറുപ്പക്കാരൻ വില പറഞ്ഞത് എത്രയാണ്? വില പറഞ്ഞത് ആ പശുവിന്റെ തോല് നിറയെ സ്വർണം തരണമെന്നാണ് പറഞ്ഞത്. ആ ആരാണ് ചെറുപ്പക്കാരെ? ആ ചെറുപ്പക്കാരനാണ് അൽബാറുലി ഉമ്മിഹി, ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത മോനാണ്, ഉമ്മാക്ക് ഗുണം ചെയ്ത മോനാണ്, ഉമ്മ പറയുന്നതിനപ്പുറം ഒരിഞ്ചു നീങ്ങാത്ത മോനാണ്. ആ മോന് ബാപ്പ നേരത്തെ കൊണ്ടുപോയി മലയിൽ കൊണ്ടുപോയി അതാ വിട്ടിരുന്ന ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു. അതേ ആ ബാപ്പ മരിക്കുന്നതിന് മുമ്പ് ഈ കുട്ടിയുടെ ഉപകാരത്തിന് വേണ്ടി അവിടെ മേയാൻ വേണ്ടി വിട്ടതായിരുന്നു. ഈ കുട്ടിയുടെ സ്വഭാവം എന്താണ്? രാത്രി സമയത്ത് 1/3 നിസ്കാരമാണ്, 1/3 ഉമ്മാന്റെ ഖിദ്മത്താണ്, 1/3 വിശ്രമമാണ്. അങ്ങനെ ഉമ്മാന്റെ ഖിദ്മത്തിൽ തന്നെ വളർന്ന ആ ചെറുപ്പക്കാരനോട് ഉമ്മ പറഞ്ഞു, മോനെ ക്ഷീണമായി പോയില്ലേ? പകല് സമയത്ത് വിറക് വെട്ടിക്കൊണ്ടുവന്ന് വിറ്റിട്ട് അതുകൊണ്ട് കാശാക്കിയിട്ട് അതിൽ നിന്ന് 1/3 ഉമ്മാന്റെ ചെലവിന്, 1/3 സാധുക്കൾക്ക് കൊടുക്കാൻ, 1/3 ചെലവിനെടുക്കാൻ, ഇങ്ങനെയൊക്കെയല്ലേ ജീവിതം. അങ്ങനെയൊക്കെ ജീവിക്കുന്ന നിനക്ക് ബാപ്പ ഒരു നല്ല സ്വത്ത് വെച്ചിട്ടുണ്ട് മലയിൽ. ആ പശുവിനെ പോയി തെളിച്ചു കൊണ്ടുവന്നോ, പക്ഷേ അതിൻ്റെ പുറത്ത് കയറണ്ട. നീ അവിടെ പോയി ഇന്ന വാചകം വിളിച്ചു പറഞ്ഞാൽ പശു വന്നോളും, നീ അതിൻ്റെ പുറത്ത് കയറരുതേ എന്ന് ഉമ്മ വസിയ്യത്ത് ചെയ്തതനുസരിച്ച് ആ ചെറുപ്പക്കാരൻ മലയിൽ പോയി വിളിച്ചു. പശു വന്നു. കുറച്ചിപ്പുറത്തെത്തുമ്പോൾ പശു സംസാരിച്ചു, നടക്കണ്ട മോനെ, പുറത്ത് കയറിക്കോ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഉമ്മ എന്നോട് നിന്റെ പുറത്ത് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എത്ര ക്ഷീണം പിടിച്ചാലും കയറൂല. അപ്പോഴാ പശു വീണ്ടും സംസാരിക്കുന്നു, എന്റെ പുറത്ത് നീ കയറിയെങ്കിൽ എന്നെ നിനക്ക് കൊണ്ടുപോകാൻ കഴിയൂലായിരുന്നു. ഉമ്മാന്റെ വസിയ്യത്ത് പാലിച്ച മോന് ആ കുട്ടി കൊണ്ടുവന്ന പശുവിനെ വിൽക്കാൻ ഉമ്മാന്റെ ഓർഡർ ഉണ്ടായി. കൊണ്ടുപോയി വിൽക്കുമ്പോൾ ഉമ്മ പറഞ്ഞു കൊടുത്തു, നീ അതിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 സ്വർണ്ണ നാണയം കിട്ടിയാൽ വിറ്റോളൂ. സുബ്ഹാനല്ലാഹ്. പോകുമ്പോ ഉമ്മ പറഞ്ഞു, പക്ഷെ വിൽക്കാൻ നോക്കുമ്പോൾ എന്നോട് പറയണം, ചോദിക്കണം. ഈ കുട്ടി പശുവിനെയും കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ഒരു മലക്കിനെ മനുഷ്യരൂപത്തിൽ പറഞ്ഞേച്ചു. വില ചോദിച്ചു, സംഖ്യ പറഞ്ഞു. അപ്പോൾ എന്നാ പിന്നെ ഞാൻ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഉമ്മാനോടൊന്ന് ചോദിക്കണം ലാസ്റ്റ്, എന്നാലേ വിൽക്കുള്ളൂ. അപ്പൊ ഈ വന്ന മലക്ക് മനുഷ്യരൂപത്തിലാണ്. ഈ മനുഷ്യൻ പറയാണ്, ഈ മലക്ക് പറയാണ്, അതിന്റെ നേരെ ഡബിള് പൈസ തരാം, ചോദിക്കാതെ തരുമോ? അദ്ദേഹത്തിന്റെ മറുപടി, ഇല്ല ഇല്ല, എത്ര തന്നാലും ഉമ്മാനോട് ചോദിക്കാതെ തരൂല. ഉമ്മാന്റെ അടുത്ത് എത്തിയപ്പോ ഉമ്മ പറഞ്ഞു, ഇനി 6 വിറ്റാ മതി, 3 വിൽക്കണ്ട. പിന്നെയും ആ മലക്ക് തിരിച്ചു വരുന്നു, വില ചോദിക്കുന്നു. 6 വില പറയുമ്പോ അപ്പോഴും ഉമ്മ പറഞ്ഞിട്ടുണ്ട്, അവസാനം എന്നോടൊന്ന് ചോദിക്കണം. സുബ്ഹാനല്ലാഹ്, 6 വില പറഞ്ഞു. അപ്പോഴും അദ്ദേഹം അതാ വിൽക്കാൻ നോക്കും, ഉമ്മാനോട് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോ 12 തരാം. അപ്പോഴും വിറ്റില്ല, ഉമ്മാന്റെ സമ്മതം വേണം. ഇങ്ങനെ ആവർത്തിച്ച് സംഭവമുണ്ടായ ആ ചെറുപ്പക്കാരന്റെ പശു ഉമ്മ പിന്നീട് വന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, മോനെ, അതൊരു സാധാരണ മനുഷ്യനല്ല, അത് മലക്ക് മനുഷ്യരൂപത്തിൽ വന്നതാകാം. നീ ചോദിക്കണം, ഇത് എത്ര വിലക്കാ വിൽക്കേണ്ടത് എന്ന് ചോദിക്കണം. സുബ്ഹാനല്ലാഹ്. വീണ്ടും ആ മലക്ക് മനുഷ്യരൂപത്തിൽ വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ വിൽക്കണ്ട. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങളിൽ ഒരു മനുഷ്യനെ കൊല്ലപ്പെടുകയും ആ കൊന്ന കൊലയാളി ആരാണെന്ന് തെളിയിക്കപ്പെടാൻ ഒരു പശുവിനെ അറുക്കേണ്ട ഒരു വിഷയം വരും. അപ്പോൾ ഈ ഒരു പശുവല്ലാതെ വേറെ ഒരു പശുവും അതിന് പറ്റാത്ത വിധത്തിൽ ചോദിച്ചു പുണ്ണാക്കൽ ആ യഹൂദികൾ ചെയ്തോളും. അങ്ങനെ നിന്റെ പശു മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ പശുവിന്റെ തോല് നിറയെ പൊന്ന് കിട്ടിയാൽ വിറ്റാ മതി. ആ മലക്കിന്റെ നിർദ്ദേശപ്രകാരം വെച്ച് പോറ്റി വരുന്ന പശുവിനെയാണ് ഈ യഹൂദികൾ വാങ്ങിയിട്ട്
അറുത്തപ്പോൾ അല്ലാഹുവിന്റെ ഓർഡർ ഫഖുൽ നദ്രിബൂഹു ബിബഅദിഹാ. സൂറത്തുൽ ബഖറ, അൽ ബഖറ. ആ പശു എന്ന് പറയുന്നത് ഈ പശുവാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം അറുത്ത പശുവാണ്. ആ പശുവിനെ അറുത്തപ്പോൾ അല്ലാഹുവിന്റെ ഓർഡർ ഫഖുൽ നദ്രിബൂഹു ബിബഅദിഹാ. അതിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് ആ മയ്യിത്തിനൊരടി കൊടുക്കൂ. മയ്യിത്തിനൊരടി കൊടുക്കുക പശുവിന്റെ ഒരു കഷ്ണം കൊണ്ട്. അപ്പോഴതാ ഫഖുൽ നദ്രിബൂഹു ബിബഅദിഹാ കദാലിക യുഹ്യില്ലാഹുൽ മൗതാ. അങ്ങനെയാണ് മരിച്ചവരെ നമ്മൾ ഹയാത്താക്കല്. അത് പടച്ചവനതൊരു പ്രശ്നമല്ലല്ലോ. ആ